പത്തനംതിട്ട നഗരസഭ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ച ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ കാട് കയറി നശിക്കുന്നു. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടം സ്വന്തമായി ഉണ്ടായിട്ടും പത്തനംതിട്ട നഗരത്തോട് ചേർന്നുള്ള കെട്ടിടത്തിൽ 10,000 രൂപ മാസവാടകയ്ക്കാണ് ഇപ്പോൾ ബഡ്സ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. 2014 പത്തനംതിട്ട നഗരസഭയുടെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചാണ് 3-ാം വാർഡിലെ വഞ്ചിപ്പൊയ്കയിൽ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ നിർമ്മിച്ചത്. 28 ലക്ഷം രൂപയാണ് കെട്ടിട നിർമ്മാണത്തിനായി മാത്രം അന്ന് ചെലവഴിച്ചത്. സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ സഹായവും ലഭിച്ചിരുന്നു. സ്ഥലവാസിയായ വഞ്ചിപ്പൊയ്ക തേമ്പാറ പുത്തൻവീട്ടിൽ TG ചാക്കോയാണ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിനായി നഗരസഭയ്ക്ക് സ്ഥലം സൗജന്യമായി നൽകിയത്. 18 വയസ്സിന് മുകളിലുള്ള ഭിന്നശേഷിക്കാരായ 50ഓളം പേർ നഗരസഭാ പരിധിയിലുണ്ട്. ഇവർക്കു വേണ്ടിയാണ് ബഡ് സ്കൂൾ ആരംഭിച്ചത്. ഓഫീസ്, ക്ലാസ് മുറി, തെറാപ്പി മുറി, സ്റ്റോർ, അടുക്കള ഉൾപ്പെടെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഈ കെട്ടിടത്തിലുണ്ട്. 2019 ഏറെ കൊട്ടിഘോഷിച്ച് നടന്ന ഉദ്ഘാടനത്തിന് ശേഷം 6 മാസത്തോളം ബഡ് സ്കൂൾ പ്രവർത്തിച്ചിരുന്നു. ഒരു അധ്യാപികയും സഹായിയും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് വിവിധ കാരണങ്ങൾ പറഞ്ഞ് സ്കൂൾ പൂട്ടി. നിലവിൽ നഗരത്തോട് ചേർന്നുള്ള കെട്ടിടത്തിൽ പ്രതിമാസം 10,000 രൂപ വാടക നൽകിയാണ് ബഡ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ എല്ലാ സൗകര്യങ്ങളുമുള്ള സ്വന്തം കെട്ടിടമുള്ളപ്പോൾ ബഡ് സ്കൂളിന്റെ പ്രവർത്തനം വാടക കെട്ടിടത്തിലാക്കിയത് നീതീകരിക്കാനാകില്ലെന്നാണ് നഗരസഭാ കൗൺസിൽ പ്രതിപക്ഷ നേതാവ് K. ജാസിംകുട്ടി പറയുന്നത്. സ്കൂളിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിനുള്ള നടപടികൾ പത്തനംതിട്ട നഗരസഭ എടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഇത്രയും മനോഹരമായ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് ഈ കെട്ടിടം നിർമ്മിച്ചിട്ടും ആ കെട്ടിടത്തിൻ്റെ മുകളിലേക്കെടുക്കാതെ, നാട്ടുകാരുടെ പ്രതിഷേധത്തെ മുകളിലേക്കെടുക്കാതെ ബഡ് സ്കൂളിൽ വാടകയ്ക്ക് പ്രവർത്തിച്ച് വലിയ ബാധ്യതയിലേക്ക് നഗരസഭ എത്തിച്ചുകൊണ്ട് ഭരണസമിതി മുന്നോട്ട് പോകുന്നു. ഉയർന്ന പ്രദേശമായതിനാൽ ഇവിടെ ഭിന്നശേഷിക്കാരെ എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പ്രത്യേക വാഹനം ക്രമീകരിച്ച നഗരസഭ ഈ പ്രശ്നം പരിഹരിച്ചിരുന്നു. കെട്ടിടത്തിൽ ചൂട് കൂടുതലാണ് എന്നതാണ് സ്കൂളിന്റെ പ്രവർത്തനം ഇവിടെ നിന്ന് മാറ്റാൻ മറ്റൊരു കാരണമായി പറയുന്നത്. ഇതിന് പരിഹാരമായി റൂഫ് ചെയ്യുകയോ AC വയ്ക്കുകയോ ചെയ്യണമെന്നാണ് പ്രതിപക്ഷ കൗൺസിലർമാർ ആവശ്യപ്പെടുന്നത്. മറ്റു പലയിടത്തും സ്വന്തം കെട്ടിടമില്ലാത്തതിനാൽ മിക്ക പദ്ധതികളും പ്രവർത്തനം അവസാനിപ്പിക്കുന്നിടത്താണ് എല്ലാ സൗകര്യങ്ങളോടും കൂടി ലക്ഷങ്ങൾ ചെലവാക്കി നിർമ്മിച്ച കെട്ടിടം അധികൃതരുടെ അനാസ്ഥ മൂലം കാടുകയറി നശിക്കുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട.